കൂടുതൽ ഇമ്പോർട്ടൻസ് ഗേൾസ് കൊടുക്കുന്ന ഒരു കാര്യം കേട്ടോ മേക്കപ്പ്. ബിക്കോസ് മേക്കപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നു, കുറച്ചുകൂടി എനർജറ്റിക് ആക്കുന്നു. എല്ലാവരുടെ മുമ്പിൽ നടക്കുമ്പോഴും വി ഫീൽ ലൈക്ക് വി ആർ ലിറ്ററലി ലൈക്ക് ഹ്യൂൻ. സോ അങ്ങനെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഡു ദ പ്രോപ്പർ ബ്യൂട്ടി കെയർ ആൻഡ് മേക്കപ്പ് ടു അവർ സെൽഫ്. സോ ഫോർ ദാറ്റ് വി ഹാവ് എ ബ്യൂട്ടി സെഷൻ. വാച്ച് ഇറ്റ്. നമസ്കാരം, എല്ലാവർക്കും പെണ്ണഴകിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മേക്കപ്പിൽ പഠിക്കാൻ പോകുന്നത് വളരെയധികം എല്ലാവർക്കും കൺഫ്യൂഷനും അതുപോലെ തന്നെ വളരെ മേക്കപ്പ് റൂട്ടീനിൽ വളരെ ഇൻറ്റിഗ്രൽ പാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് കൺസീലേഴ്സ്. എന്താണ് കൺസീലേഴ്സ്, എന്തിനൊക്കെയാണ് കൺസീലേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നൊരു ഇൻസ്ട്രക്റ്റീവ് ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണ് ഈ കൺസീലേഴ്സ് എന്നുള്ളത് വളരെയധികം ആൾക്കാർ കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് കൺസീലേഴ്സ് എന്താണെന്നുള്ളത്. സോ കൺസീലേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ മുഖത്തുള്ള ചില ഇംപെർഫെക്ഷൻസ് ഹൈഡ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, ഒരു ഫൗണ്ടേഷൻ എത്ര ക്യാമഫ്ലാജ് ചെയ്യാൻ പറ്റുന്നോ നമ്മുടെ മുഖത്ത് സ്കിൻ ടോൺ ഈവൻ ആക്കാൻ പറ്റുന്നോ അതിനേലും പിഗ്മെൻറ്റ് കൂടിയ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് കൺസീലർ. കൺസീലർ പല രീതിയിൽ പല ഫോർമുലാസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കൺസീലേഴ്സും ആണ്, അതുപോലെ തന്നെ ക്രീം കൺസീലേഴ്സും ആണ്. ലിക്വിഡ് കൺസീലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ട്യൂബ്സിലാണ് സാധാരണ മേടിക്കാൻ കിട്ടുക. പല 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 ബ്രാൻഡ്സിൽ കിട്ടും, പല പല പ്രൈസ് റേഞ്ചിൽ കിട്ടും. ഇതുപോലത്തെ ട്യൂബ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തുറന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു വോണ്ടായിരിക്കും. ഈ ലിപ് ഗ്ലോസിൻ്റെ ഒക്കെ വോണ്ടില്ലേ, അതുപോലത്തെ വോണ്ടിലായിരിക്കും കിട്ടുന്നത്. വളരെ ലിക്വിഡിയാണ് ഇത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് കൺസീലേഴ്സിൻ്റെ തന്നെ ഇതുപോലെ സ്ക്വീസ് ട്യൂബ്സ് ഉണ്ടാവും. ഇതുപോലെ ട്യൂബ്സാണ്, സ്ക്വീസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ ലിപ് ഗ്ലോസ് വോണ്ട് പോലെയല്ല, ഇതൊരു ബ്രഷാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയിൻ്റെ ബാക്കിൽ സ്ക്വീസ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബ്രഷോടെ ഇട്ട് നേരിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ക്രീം കൺസീലേഴ്സാണ്. ഇതുപോലെ പാലറ്റ്സിൽ മേടിക്കാൻ കിട്ടും ക്രീം കൺസീലേഴ്സ്. ഇതുപോലെ ലിക്വിഡി അല്ല, ക്രീമാണ്, തിക്കാണ്, പിഗ്മെൻറ്റ് കൂടുതലുമാണ് ക്രീം ബേസ്ഡ് കൺസീലേഴ്സിനുള്ളത്. അതുപോലെ തന്നെ പാലറ്റ്സിൽ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ സിംഗിൾസ് ആയിട്ട് മേടിക്കാനും കിട്ടും. ലിക്വിഡ് കൺസീലേഴ്സും ക്രീം കൺസീലേഴ്സാണ് മെയിൻ ആയിട്ട് മാർക്കറ്റിലുള്ള ടൈപ്സ്. പിന്നെ പല ടൈപ്പ് ഇനി അവൈലബിൾ ഉണ്ട്, ജെല്ലുണ്ട്, യു ഹാവ് പൗഡർ കൺസീലേഴ്സ്. പക്ഷേ ഇന്ന് മെയിനായിട്ട് ഞാൻ പഠിപ്പിച്ച് തരാൻ പോകുന്നത് ലിക്വിഡും ക്രീം കൺസീലേഴ്സാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നത് ലിക്വിഡ് ആൻഡ് ക്രീം കൺസീലേഴ്സാണ്. എന്തിനാണ് ഈ കൺസീലേഴ്സ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റിൽ കൺസീലർ യൂസ് ചെയ്യുന്നതിൻ്റെ പേർപ്പസ് നമ്മുടെ മുഖത്തുള്ള കുരുക്കളുടെ പാടുകൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസീലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ്, നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റേഷൻ, നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ ഹൈഡ് ചെയ്യാനാണ് സെക്കൻഡ് ടൈപ്പ് കൺസീലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പേർപ്പസ്. ഫൈനലായിട്ട് തേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസീലർ യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാനാണ് നമ്മൾ കൺസീലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ കൺസീലേഴ്സിന് പല പേർപ്പസസ് ഉണ്ട്. നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ലിപ്പിൻ്റെ കളർ ക്യാമഫ്ലാജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത് ഈ 3 പർപ്പസിനാണ്. സോ നമ്മൾ കൺസീലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഒരുപാട് കണ്ണിൻ്റെ അടിയിൽ ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക് ക്രീം കൺസീലേഴ്സ് അതിൻ്റെ അടിയിൽ അവോയ്ഡ് ചെയ്യുക. കാരണം ക്രീം കൺസീലേഴ്സ് ഭയങ്കര തിക്കാണ്. ആ തിക്നെസ് ഉള്ളത് കൊണ്ട് കണ്ണിൻ്റെ അടിയിൽ പാച്ചി ആയിട്ടുള്ള എഫക്റ്റ് വരും. അതുകൊണ്ട് പ്രിഫറബിളി ലിക്വിഡ് കൺസീലേഴ്സ് ആണ് കണ്ണിൻ്റെ അടിയിൽ ഡ്രൈനെസ് കൂടുതലുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടത്. ക്രീം കൺസീലേഴ്സ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക പിമ്പിൾസ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്ത് മാത്രം, മുഖത്തിൻ്റെ ഭാഗത്ത് മാത്രം ക്രീം കൺസീലേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ലിക്വിഡ് കൺസീലേഴ്സ് എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ യൂസ് ചെയ്തിട്ട് കുരുക്കളിലേക്ക് അവോയ്ഡ് ചെയ്യുക. കാരണം ഇതിൽ പിഗ്മെൻറ്റ് റേഷ്യോ കുറച്ച് കുറവായിരിക്കും, ക്രീമിലായിരിക്കും സാധാരണ പിഗ്മെന്റ് റേഷ്യോ കൂടുതൽ. പിഗ്മെന്റ് റേഷ്യോ എത്ര കൂടുന്നോ അത്ര അത് കൺസീൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിനകത്തുള്ള കളർ എലമെന്റ് കൂടുതലാണ്. അപ്പോൾ കളർ കൂടുന്നിടത്തോളം നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി, അത് സ്പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വളരെയധികം ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൺസീലേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ ഏത് കളർ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുന്ന ഏത് കൺസീലർ ആയിക്കോട്ടെ നമ്മുടെ സ്കിൻ ടോണിന് എക്സാക്ട് മാച്ച് ആയിരിക്കണം. നമ്മൾ ലൈറ്റ് ആവാനും പാടില്ല, ഡാർക്ക് ആവാനും പാടില്ല. കാരണം ഡാർക്കോ ലൈറ്റോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസീൽ ചെയ്യാന്നുള്ള പർപ്പസിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാണ്. ശ്രദ്ധ വരികയുള്ളൂ. ഒരാൾ കാണുമ്പോൾ അത് ലൈറ്റ് ആയാലും ഡാർക്ക് ആയാലും വേറൊരാൾ കാണുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് അവിടെ അറ്റൻഷൻ വരും. നമ്മൾ ചെയ്യേണ്ട പർപ്പസ് കൺസീൽ ചെയ്യുന്ന
എന്തിനാണെന്നാണ്? നമ്മളത് കൺസീൽ ചെയ്ത് അത് മാസ്ക് ചെയ്യാനാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. ഒരു കുരുവോ ഒരു പിഗ്മെൻറ്റേഷനോ മാസ്ക് ചെയ്യാനാണ്. നമ്മൾ അതിൻ്റെ കളർ നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അറ്റൻഷൻ വരും. സോ ഓൾവേസ് എൻഷുർ നമ്മുടെ മുഖത്തുള്ള കൺസീലർ എപ്പോഴും എക്സാക്ട് സ്കിൻ ടോൺ മാച്ച് ആയിരിക്കണം. കണ്ണിൻ്റെ അടിയിലുള്ള കൺസീലർ എപ്പോഴും 1 ടോൺ ലൈറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും കൺസീലർ നമ്മുടെ കിറ്റിലുണ്ടാകുമ്പോൾ 2 കൺസീലർ എപ്പോഴും ക്യാരി ചെയ്യുന്നതാണ് ജനറലി ഐ റെക്കമെൻഡ് യു. ബിക്കോസ് കണ്ണിൻ്റെ അടിയിൽ ഒന്നെങ്കിൽ സെയിം സ്കിൻ ടോൺ മേടിക്കുക, അല്ലെങ്കിൽ 1 ടോൺ ലൈറ്റ് മേടിക്കുക. 1 ടോൺ ലൈറ്റ് മേടിച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടി കുറച്ചും കൂടെ ബ്രൈറ്റ് ആവും. പക്ഷേ ജനറലി ഒരുപാട് പേര് പറയുന്നൊരു കാര്യം, ഒരുപാട് ലൈറ്റായിട്ട് കൺസീലർ ചെയ്യണോ കണ്ണിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നൊരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ സ്കിൻ ടോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഒരുപാട് ലൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ആഷി ആവും, ഗ്രേ ആവും, ഭയങ്കര കേക്കി ആവും. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുക. ഇനി വേണമെങ്കിൽ ഇനിയും നമുക്ക് ഇടാൻ, എപ്പോഴും നമുക്ക് ലെയർ ചെയ്യാൻ പറ്റും. മേക്കപ്പ് എന്നുള്ള കാര്യം ആദ്യം കുറച്ച് ഉപയോഗിക്കുക, എന്നിട്ട് ഇനിയും വേണമെങ്കിൽ ഇനിയും ലെയർ ചെയ്യാൻ പറ്റും. പിന്നെ അവസാനമായി കൺസീലറിൻ്റെ ടിപ്സിൽ വരുന്ന ഫൈനൽ കാര്യം, കൺസീലർ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു അവിടെ കുറച്ച് ലൂസ് പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യണം. ലൂസ് പൗഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ അല്ല, മേക്കപ്പ് പൗഡേഴ്സ് മേടിക്കാൻ കിട്ടും. യെല്ലോ ബേസ്ഡ് മേക്കപ്പ് പൗഡേഴ്സ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് പൗഡേഴ്സ് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇങ്ങനെ പാലറ്റ്സിൽ കിട്ടുന്ന പൗഡേഴ്സ് കിട്ടും. ഇതുപോലെ പാലറ്റ്സിൽ കിട്ടുന്ന പൗഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ടോൺസ് ഒക്കെ കിട്ടും ചില പാലറ്റ്സിൽ. നിങ്ങൾക്ക് പാലറ്റ്സ് ഇല്ലെങ്കിൽ സിംഗിൾസ് ആയിട്ട് മേടിക്കാൻ കിട്ടും, സിംഗിൾസ് മേടിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ലൂസ് പൗഡേഴ്സ് ഇല്ലെങ്കിൽ കോമ്പാക്ട് പൗഡേഴ്സ് വേണം, അതും യൂസ് ചെയ്യാം. ഒരുപാട് പിഗ്മെൻറ്റ് ഇല്ലാത്ത പൗഡേഴ്സ് വേണം യൂസ് ചെയ്യാൻ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ഒന്ന് ബാക്കി തുടച്ച് കളയുക. തുടച്ച് ബ്രഷ് കൊണ്ട് ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് കളയുക എക്സസ്. അങ്ങനെ ചെയ്താൽ മാത്രമേ കൺസീലർ ലൈൻസിൽ ഇങ്ങനെ ക്രീസ് ചെയ്യാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ലൈൻസിൽ ക്രീസ് ചെയ്ത് അത് ക്രാക്ക് ആവാൻ തുടങ്ങും. സോ ഇതാണ് കൺസീലറിൻ്റെ ടിപ്സ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഹാസ് ബീൻ ഹെൽപ്ഫുൾ. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഷോപ്പിൽ ചെന്നിട്ട് കൺസീലർ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് മൈൻഡിൽ വെച്ചിട്ട് വേണം കൺസീലർ മേടിക്കാൻ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. Until next time, this is Lakshmi signing off. Bye bye.